ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു അടിപൊളി ഫേസ് പാക്ക് ആട്ടോ. ഇത് അപ്ലൈ ചെയ്താൽ അടിപൊളി റിസൾട്ടാണ് ഫേസിൽ കിട്ടുക. അപ്പോൾ അടിപൊളി ഫേസ് പാക്കാണ്. ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാൻ വെറും 3 ചേരുവകൾ മാത്രം മതി. അടിപൊളി ഫേസ് പാക്കാണ്. നമ്മൾ ഫംഗ്ഷനൊക്കെ പോകുന്നതിന് മുമ്പായിട്ട് ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്താൽ അടിപൊളി റിസൾട്ടാട്ടോ. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. അപ്പോൾ എങ്ങനെയാണ് ആ ഫേസ് പാക്ക് ഉണ്ടാക്കുക എന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കുഞ്ഞുമല്ലേക്കൊന്നും പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാൻ ആദ്യമായിട്ട് വേണ്ടത് റാഗി പൗഡറാണ്. കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ കുറുക്കുണ്ടാക്കാൻ ഈ റാഗി പൗഡർ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ 1.5 ടീസ്പൂൺ റാഗി പൗഡറാണ് ഞാനിതിലേക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ തൈര് യൂസ് ചെയ്യാം, നല്ല തണുത്ത തൈര് യൂസ് ചെയ്യാം, പാല് യൂസ് ചെയ്യാം, അലോവേര ജെല്ല് യൂസ് ചെയ്യാം, പിന്നെ ടൊമാറ്റോ ജ്യൂസ് യൂസ് ചെയ്യാം, പൊട്ടാറ്റോ ജ്യൂസ് യൂസ് ചെയ്യാം. അങ്ങനെ ഈ വക സാധനങ്ങളെല്ലാം ഇതിന് യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ഓരോ സ്കിൻ ടൈപ്പിനും പറ്റുന്നത് ഏതാണോ അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഞാനിവിടെ എടുക്കുന്നത് അലോവേര ജെല്ലാണ്. അപ്പോൾ അലോവേര ജെല്ല് എടുക്കുമ്പോൾ അതിൽ ഒരു മഞ്ഞ കറയൊക്കെ കളഞ്ഞിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു അലോവേര ജെല്ല് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ നിന്ന് ആ ഒരു ജെല്ല് എടുക്കാം. ഓയിലി സ്കിന്നുള്ള ആളുകൾ ഏറ്റവും നല്ലത് അലോവേര ജെല്ല് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഓയിലി സ്കിന്നുള്ള ആളുകൾ മിൽക്ക് യൂസ് ചെയ്യാതിരിക്കുക കേട്ടോ, ഏറ്റവും നല്ലത്. തൈര് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഡ്രൈ സ്കിന്നുള്ള ആളുകൾക്ക് പാല് ഏറ്റവും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഡ്രൈ സ്കിന്നുള്ള ആളുകൾ പാല് ആയിരിക്കും മിക്സ് ചെയ്യുന്നത് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത് അലോവേര ജെല്ലാണ്. അപ്പോൾ ഇതിൽ അലോവേര ജെല്ല് ഒരു കത്തി വെച്ചിട്ട് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് ജെല്ല് കിട്ടും കേട്ടോ. അല്ലാതെ എടുക്കുമ്പോൾ ആ ഒരു ജെല്ലിൻ്റെ കൺസിസ്റ്റൻസി കിട്ടില്ല. ഇങ്ങനെ എടുക്കുമ്പോൾ ആ ഒരു ജെല്ലി ആയിട്ട് തന്നെ കിട്ടും. ഞാനിവിടെ അലോവേര ജെല്ല് എടുത്ത സമയത്ത് അതിൽ നിന്ന് ഗ്രീൻ കളറൊക്കെ ഇതിൽ ഇൻക്ലൂഡായിട്ടുണ്ട്. ഏറ്റവും നല്ലത് ഗ്രീൻ കളറൊന്നും ഇൻക്ലൂഡാക്കാതെ എടുക്കുന്നതായിരിക്കും. ഇപ്പോൾ ജെല്ലി കിടക്കുന്നതുകൊണ്ട് മാത്രമാണ് അതിൽ നിന്ന് എടുക്കാത്തതിനെ. അപ്പോൾ ഇതിലേക്ക് ആഡാക്കിയതിന് ശേഷം നന്നായിട്ട് തന്നെ മിക്സ് ആക്കാം. ഒരു ഫോർക്കോ അല്ലെങ്കിൽ ഒരു സ്പൂണോ വെച്ചിട്ട് മിക്സ് ആക്കാവുന്നതാണ്. ഇതിലേക്ക് പിന്നീട് ഞാൻ മൂന്നാമത്തെ ചേരുവയായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ നാരങ്ങ നീരാണ് കേട്ടോ. നാരങ്ങ നീര് ഒരുപാട് യൂസ് ചെയ്യരുത്. വെറും 2, 3, 4 ഡ്രോപ്പ് മാത്രം യൂസ് ചെയ്യാവൂ. ഓയിലി സ്കിന്നുള്ള ആളുകൾക്ക് ഈ ഒരു നാരങ്ങ നീര് നല്ലതാണ് യൂസ് ചെയ്യുന്നത്. നാരങ്ങ നീര് ഡയറക്റ്റായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യരുത്. എന്തെങ്കിലും ഒന്നിൽ മിക്സ് ആക്കിയിട്ട് അപ്ലൈ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ബാക്ടീരിയകളെല്ലാം കൊല്ലുന്നതിന് ഈ ഒരു നാരങ്ങ നീരിന് സഹായവും ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വെറും കുറച്ച് 4, 3 ഡ്രോപ്സ് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ കുരു ഞാൻ എടുത്ത് കളയാണ്. മാക്സിമം കുരു ഒന്നും ഇതിൽ ആഡ് ചെയ്യാതെ എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം മിക്സ് ചെയ്യുമ്പോൾ ഫേസിൽ ഇടുന്ന സമയത്ത് ഈ കുരുവൊക്കെ ആ ഒരു ഫേസിൽ ഇങ്ങനെ കിടക്കും. അപ്പോൾ അതുകൊണ്ട് കുരു ഒന്നും ഇല്ലാതിരിക്കുകയാണ് ഏറ്റവും നല്ലത് കേട്ടോ. നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് കുറച്ച് ചൂടുവെള്ളം ഒരു ബൗളിലെടുത്തതിന് ശേഷം ഒരു ടവൽ വെച്ചിട്ട് നമ്മൾ ഫേസിൽ ഡിപ്പ് ചെയ്യുന്നത് നന്നായിരിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ പോസെല്ലാം തുറക്കുന്നതിന് സഹായമായിരിക്കും കേട്ടോ. അപ്പോൾ പോസെല്ലാം നമ്മൾ മേക്കപ്പൊക്കെ ഇടുന്നതിന് മുമ്പ് പോസൊക്കെ അടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഐസ് ക്യൂബ് വെച്ചിട്ട് മസാജ് ചെയ്താൽ പോസെല്ലാം അടയും കേട്ടോ. അപ്പോൾ പോസെല്ലാം നമ്മൾ ഫേസ് പാക്ക് ഇടുന്ന സമയത്ത് പോസെല്ലാം തുറക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ടവൽ വെച്ച് ചൂടുള്ള വെള്ളത്തിൽ ഡിപ്പ് ചെയ്തിട്ട് ഫേസിൽ തുടക്കുന്നത്.
അപ്പോൾ ഇത് നല്ലതാണ്. ഇത് ചെയ്യുന്നത് നമ്മുടെ പോസിലുള്ള ചളികളെല്ലാം പുറത്ത് വരുന്നതിന് സഹായിക്കും കേട്ടോ. അപ്പോൾ 2-3 പ്രാവശ്യം ഫേസിൽ നന്നായിട്ട് തന്നെ തുടച്ച് കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, കുറേ കാലമായിട്ട് ഇത് ചെയ്യാത്ത ആളുകളിൽ നിന്നൊക്കെ ഫേസിൽ നിന്ന് ഒരു ചളി കിട്ടുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. ആ ഒരു കളറ് മാറും കേട്ടോ, വെള്ളത്തിൻ്റെ കളറ്. അപ്പോൾ ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം ചൂടുവെള്ളം നനച്ചതിന് ശേഷം ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ പാക്ക് നന്നായിട്ട് തന്നെ സർക്കുലർ മോഷനിൽ അപ്ലൈ ചെയ്തിട്ട് സർക്കുലർ മോഷനിൽ മസാജിന് ശേഷം അപ്ലൈ ചെയ്യാണ് ഏറ്റവും നല്ലത്. അപ്ലൈ ചെയ്യുമ്പോഴൊക്കെ ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. കാരണം നമ്മളെ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കാൻ ഇത് സഹായിക്കും. അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഉണങ്ങി കഴിഞ്ഞ ശേഷം കുറച്ച് വെള്ളം അതിൻ്റെ മേലെ തൂക്കി കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ സർക്കുലർ മോഷനിൽ മസാജ് ചെയ്തിട്ട് വേണം കഴുകി കളയാൻ വേണ്ടിയിട്ട്. അല്ലാതെ സർക്കുലർ മോഷനിൽ മസാജ് ചെയ്യാതെ വെള്ളം ഒഴിച്ച് കഴിക്കരുത്. ഇങ്ങനെ കഴിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. നമ്മൾ നന്നായിട്ട് തന്നെ കേക്ക് എടുത്തിട്ടുണ്ട്. അടിപൊളി റിസൾട്ടാണ്. നല്ല സ്മൂത്ത് ആവട്ടെ, നമ്മുടെ കൈ നല്ല സോഫ്റ്റ് ആവും, ബ്രൈറ്റ് ആവും, ഗ്ലോ ആവും ഒക്കെ ചെയ്യും. അടിപൊളി റിസൾട്ടാണ്. പെട്ടെന്ന് തന്നെ ഉണങ്ങിയൊക്കെ കിട്ടും. ഭയങ്കര സിമ്പിളാണ് തയ്യാറാക്കാൻ. അപ്പോൾ അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ നിങ്ങളാരും മറക്കരുത് കേട്ടോ. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോ വൈകുന്നേരം കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ. അസ്സലാമു അലൈക്കും. ബൈ.